ഒരു മാവിൽ കായ്ക്കുന്ന മാങ്ങയെ ശൂന്യതയിൽ നിന്ന് പറിച്ചുകൊണ്ടുണ്ടാക്കാൻ പറ്റില്ല. ഇത് മാവിൽ കായ്ച്ച മാങ്ങയെ, മാവിൽ കായ്ക്കുന്ന മാങ്ങ മാവിൽ തന്നെ കായ്ക്കണം, മാവിൽ നിന്ന് തന്നെ നമുക്ക് പറിക്കാൻ പറ്റണം. മാവിൽ കായ്ച്ച് മാവിൽ നിന്ന് പറിക്കുന്ന മാങ്ങയെ ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. ശൂന്യതയിൽ നിന്നുണ്ടാക്കിയ മാങ്ങ ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയ മാങ്ങയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. UAയുടെ പുതിയൊരു വീഡിയോയിൽ ഞാനും മുഹമ്മദ് ഷാനു ആണുള്ളത്. റിഡക്റ്റിയോടെ പുതിയൊരു വീഡിയോയിൽ ഞാനും മുഹമ്മദ് വിഗ്നു ആണ് ഉള്ളത്. ഇപ്പൊ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് പ്രോബ്ലം ഓഫ് ഈവിലിനുള്ള റെസ്പോൺസുകളാണ്. ഏതോ അനോണിമസ് നിരീശ്വരവാദികൾക്കുള്ള റെസ്പോൺസ് ആണ്, ആർക്കാന്നറിയില്ല. അപ്പൊ ഏതായാലും നമ്മള് പിന്നെ ആരതായാലും റെസ്പോൺസ് ചെയ്യുന്നുണ്ട്, നമ്മൾ റെസ്പോണ്ട് ചെയ്യാം. അതിലിപ്പോ നമ്മൾ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഫലസ്തീനിലെ ജനതയെ പറ്റിയാണ്. ഫലസ്തീനിലെ ആളുകൾ ഒരുപാട് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ നമുക്കറിയാം. ഈ ആളുകൾ അനുഭവിക്കുന്ന പ്രയാസത്തെ പറ്റി അള്ളാഹുവിന് അറിയാലോ. അള്ളാഹു അൽ ബറാണ്, അഥവാ ഏറ്റവും നല്ലവനാണ്, ഓൾ ഗുഡ് ആണ് അള്ളാഹു. അപ്പം ഈ എല്ലാ നന്മയുമുള്ള അള്ളാഹു, അല്ലെങ്കിൽ നന്മയുള്ളവനായിട്ടുള്ള അള്ളാഹു, നന്മ മാത്രം വരുന്നവനായിട്ടുള്ള അള്ളാഹു, ആ അള്ളാഹുവിൻ്റെ അടുത്ത് എങ്ങനെയാണ് ഈ പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാവുക? ഇവിടെ നന്മ മാത്രം വരുന്ന അള്ളാഹു എന്നാണ് അള്ളാഹുവിനെ സമത് വിശേഷിപ്പിച്ചുള്ളത്. അപ്പോൾ പൊതുവേ നമ്മൾ പ്രോബ്ലം ഓഫ് ഈവിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിംസ്, ഒരു വിഭാഗം മുസ്ലിംസ് അതിനെ കൗണ്ടർ ചെയ്യാറ് ഞങ്ങൾക്കത് ബാധകമല്ല, കാരണം നന്മയും തിന്മയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഈവിലുണ്ടോ അതും അള്ളാഹുവാണ് അതിന് റെസ്പോൺസിബിൾ, അതിനെന്താ പ്രശ്നം എന്നുള്ള രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യാറ്. അപ്പോൾ ഇപ്പം സമത് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് നന്മ മാത്രം വരുള്ളൂ എന്നുള്ളതാണ്. പണ്ട് ക്ലബ് ഹൗസിലും ഞാൻ ഇത് പ്രോബ്ലം ഓഫ് വ്യൂകൾ പ്രസന്റ് ചെയ്യാൻ കുറച്ച് ഉസ്താദുമാരെ, സുന്നി ഉസ്താദുമാരെ ഗ്രൂപ്പിൽ കയറിയിരുന്നു. അപ്പോൾ അവരും പറഞ്ഞത് ഇതാണ്, ഇതൊക്കെ മദ്രസയിൽ എന്താ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിൽ നിന്ന് എങ്ങാനും പഠിപ്പിക്കുന്നതാണ്. എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ട് അള്ളാഹു ക്രൂരനാണ്, ഇടയ്ക്ക് ക്രൂരത കാണിക്കും, ഇടയ്ക്ക് നന്മ കാണിക്കും, അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല, ഞങ്ങൾക്ക് ഇത് ഈ ഒരു ആർഗ്യുമെന്റ് ബാധകമല്ല എന്നുള്ള രീതിയിലായിരുന്നു അവർ പറഞ്ഞത്. എനിവേ എന്താ ഈ ഒരു സെക്ഷൻ അവർ ചേഞ്ച് ചെയ്തു തോന്നുന്നു അവരുടെ അഭിപ്രായം. ദൈവം ഉണ്ടെങ്കിൽ ഇവിടെ തിന്മയുണ്ടാവില്ല, തിന്മയുണ്ട് അല്ലെങ്കിൽ ഇവിടെ സഫറിങ് ഉണ്ട്, അതുകൊണ്ട് ദൈവമില്ല. ഇതിന്റെ ഫസ്റ്റ് പ്രിമൈസാണ് നമ്മൾ റിജക്ട് ചെയ്യുക. 2 ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ് ഉണ്ട് ഈവിൾ എന്ന്. അതായത് സാധാരണ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറ് ലോജിക്കൽ പ്രോബ്ലം ഓഫ് ഈവിൾ എന്നും അതുപോലെ തന്നെ എവിഡൻഷ്യൽ പ്രോബ്ലം ഓഫ് ഈവിൾ. ഇപ്പോൾ ഷാനു സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ആ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഈവിൾ ഉണ്ടാവില്ല, ഈവിൾ ഉണ്ട്, സഫറിംഗ് എന്നാണ് കാറ്റഗറൈസ് ചെയ്തത്. ദൈവം ഉണ്ടെങ്കിൽ സഫറിംഗ് ഉണ്ടാവില്ല, സഫറിംഗ് ഉണ്ട്, അതുകൊണ്ട് ദൈവമില്ല. ഈ ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ് ലോജിക്കൽ പ്രോബ്ലം ഓഫ് ഈവിൾ എന്നാണ് പറയുക. ഇത് പണ്ട് തൊട്ടേ, അത് എപ്പിക്യൂറസിന്റെ ഫേമസ് ആർഗ്യുമെന്റ് അല്ലേ, അത് ആ കാലം തൊട്ടേ ഉള്ളതാണ്. പിന്നെ ജെയൽ മാക്കി ഒരു ഫേമസ് ഏത്തിയിസ്റ്റ് ഫിലോസഫറാണ്, ആളുടെ ഒരു വേർഷൻ പ്രസന്റ് ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കൽ പ്രോബ്ലം ഓഫ് ഈവിൾ അല്ല സ്ട്രോങ്ങസ്റ്റ് വേർഷൻ ഓഫ് ഈവിൾ, അത് ഷാനുവിന് പറയാം. കാരണം ഞങ്ങളെ ഡിബേറ്റ് പോലും ഞാൻ പ്രസന്റ് ചെയ്തിരുന്ന ഒരു വേർഷൻ ഓഫ് ഈവിൾ എവിഡൻഷ്യൽ പ്രോബ്ലം ഓഫ് ഈവിൾ എന്ന് പറഞ്ഞിട്ട്, അതായത് വില്യം റോ, പോൾ ട്രൈപ്പറിനെ പോലുള്ള ഫിലോസഫേഴ്സ് കൊണ്ടുവന്ന എവിഡൻഷ്യൽ പ്രോബ്ലം ഓഫ് ഈവിൾ. അത് ദൈവം ഉണ്ടെങ്കിൽ ഈവിൾ ഉണ്ടാവില്ല എന്നല്ല പറയണത്. ദൈവം ഉണ്ടെങ്കിൽ സെർട്ടേൺ ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ, അതായത് ചില കാര്യങ്ങൾ ദൈവം ഉണ്ടെങ്കിൽ വളരെ സർപ്രൈസിങ് ആണ്, എന്നാൽ ദൈവം ഇല്ലെങ്കിൽ ഓക്കെ ഇത് അത്ര സർപ്രൈസിങ് അല്ല. ഈ ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റാണ് എവിഡൻഷ്യൽ പ്രോബ്ലം ഓഫ് ഈവിൾ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പല ആർഗ്യുമെന്റ്സ് ഈ ഒരു സ്ട്രക്ചറിലാണ്. അപ്പോൾ ഷാനു ഇവിടെ ഒറ്റ ആർഗ്യുമെന്റേ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളൂ. ഇതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന വെച്ചാൽ ഇതിലത്തെ ഫസ്റ്റ് പോയിന്റ്, അഥവാ അൽബറായിട്ടുള്ള ഗോഡ് ഒരിക്കലും ഇവിൽ സഫറിങ് അനുവദിക്കില്ല എന്നുള്ളത് ശരിയായ കാര്യമല്ല. കാരണം ഒരു ഡോക്ടറിന്റെ ഉദാഹരണം എടുക്കാം. ഒരാൾക്കൊരു ക്യാൻസർ രോഗം വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും അയാളുടെ കാലിലാണ് ക്യാൻസർ ഉള്ളത്. ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് അത് പടർന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി ഡോക്ടർ പക്ഷേ കാല് മുറിക്കും. ഇവിടെ കാല് മുറിക്കുക എന്ന് പറയുന്നത് ഒരു സഫറിങ്, മോശപ്പെട്ട പ്രഥമദൃഷ്ട്യ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതിനർത്ഥം ആ ഡോക്ടർ ചെയ്തത് മോശമാണ് എന്നല്ല, ആ ഡോക്ടർ നല്ല ആളല്ല എന്നല്ല. ആ ഡോക്ടർ അത് ചെയ്തത് ഒരു ഗ്രേറ്റർ ഗുഡിന് വേണ്ടിയിട്ടാണ്, ഒരു വലിയ നന്മക്ക് വേണ്ടിയിട്ടാണ്. അപ്പം സ്വാഭാവികമായി ഇതേപോലെ തന്നെ ദൈവം ചിലപ്പോൾ ചില വലിയ നന്മകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ചില ചെറിയ സഫറിങ്, പ്രയാസങ്ങൾ അനുവദിച്ചേക്കാം. അപ്പോൾ നമ്മൾ പ്രോബ്ലം ഓഫ് ഈവിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസികൾ സ്ഥിരം പറയാറുള്ള ഒരു റെസ്പോൺസാണ് ഇത്. പക്ഷേ അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അഫ്കോഴ്സ് ദൈവം എന്ന് പറയുന്നത് സർവശക്തനാണ്, ദൈവത്തിന് എന്താ ഈ കാല് മുറിച്ച് കളയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മളിത് ഓൾറെഡി ഒരു വീഡിയോയിൽ ഇതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു മറുപടിക്കുള്ള മറുപടിയാണ് ഇനി നമ്മൾ ഇവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് തന്നെയാണ് അവർ പറയാനും പോണത്. ഗോഡിന്റെയും ഡോക്ടറിന്റെയും തമ്മിലുള്ള വലിയ വ്യത്യാസം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സംഭവം ഒമ്നിപൊട്ടന്റ്, അഥവാ സർവശക്തനാണ് പഠിച്ചവൻ. ഡോക്ടർക്ക് കാലിലെ ക്യാൻസർ മാറ്റാൻ കാല് മുറിച്ചേ പറ്റുള്ളൂ, ഡോക്ടർക്ക് വേറെ വഴിയില്ല. അപ്പം അതുകൊണ്ടാണ് ആ സഫറിങ്, ആ പ്രയാസം ഉണ്ടാക്കിക്കൊണ്ട് ഗ്രേറ്റർ ഗുഡിനെ ഡോക്ടർ കൊണ്ടുവരുന്നത്. പക്ഷെ പടച്ചവനെ സംബന്ധിച്ച് പടച്ചവന് അങ്ങനത്തെ പ്രയാസങ്ങളില്ലാതെ
ഇപ്പോൾ ഏത് വിഷയത്തിലാണെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നന്മ നടപ്പിലാക്കിക്കൂടെ, നന്മയുടെ അനുഭവം ഉണ്ടാക്കിക്കൂടെ? ചില നന്മകൾ അച്ചീവ് ചെയ്യാൻ, ചില നന്മകൾ ഉണ്ടാവണമെങ്കിൽ ചില തിന്മകൾ അനിവാര്യമാണ്, നിർബന്ധമാണ്, അത് നെസസറി ആണ് എന്നൊക്കെ നമ്മൾ പറയാം. അതായത് ഈ സഫറിങ് ഇല്ലാതെ ഈ നന്മ അച്ചീവ് ചെയ്യുക എന്നത് ഇമ്പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് അള്ളാഹുവിനെയും അതേപോലെ ഡോക്ടറിനെയും ഒരു ഡിഫറൻസ് വെച്ച്, എന്ത് ഡോക്ടറിന് കഴിയാത്തോണ്ടാണ് ഇങ്ങനെ ചെയ്യണത്, അള്ളാഹ്ക്ക് ഇതിനേക്കാൾ കഴിവുണ്ടല്ലോ, അപ്പൊ അള്ളാഹ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റണ്ടേന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള വിശ്വാസികളെ മറുപടി, ഇപ്പൊ പറഞ്ഞ മറുപടി, അള്ളാഹ്ക്കും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ജനറലി ഈ ഈവിൾ ആർഗ്യുമെന്റ്സിന് വേണ്ടിയിട്ട് ഇവർ കൊടുക്കുന്ന ഒരു റിപ്ലൈ ആണ് ഗ്രേറ്റർ ഗുഡിന് വേണ്ടിയിട്ട് ചില സഫറിങ് അലോ ചെയ്യാം. ഓക്കെ, അത് നമുക്ക് എടുക്കാം. ഗ്രേറ്റർ ഗുഡിന് വേണ്ടിയിട്ട് ചില സഫറിങ് അലോ ചെയ്യുന്നത് നല്ല കാര്യമാണ്. അപ്പം ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ, ഇപ്പോൾ ഡോക്ടറുടെ എക്സാമ്പിളിൽ അവരതാ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരാളെ ഇപ്പോൾ ടെർമിനൽ ക്യാൻസറിന് രക്ഷിക്കുക എന്നുള്ളത് ആളുടെ കാല് മുറിച്ച് മാറ്റുക എന്നുള്ള തിന്മയെക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ഗുഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡോക്ടർ അവിടെ ജസ്റ്റിഫൈഡ് ആണ് അങ്ങനെ ഒരു കാല് മുറിച്ച് മാറ്റുക എന്നുള്ളൊരു കാര്യം ചെയ്യുന്നതിൽ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡോക്ടറിന്റെ കേസിൽ ഇവർ സ്ഥാപിച്ചു ക്യാൻസറിൽ നിന്ന് ഇയാളെ രക്ഷിക്കുക എന്നുള്ളത് ഗ്രേറ്റർ ഗുഡാണ്. അതേപോലെ തന്നെ 2 കാല് മുറിച്ചു മാറ്റുക അല്ലാണ്ട് വേറൊരു വഴിയില്ല ഈ ഗ്രേറ്റർ ഗുഡ് അച്ചീവ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു 2 പോയിന്റ് ദൈവത്തിന്റെ കേസിൽ ഇവർ സ്ഥാപിക്കണം. അപ്പോൾ നമ്മൾ ഈ ഡോക്ടറിന്റെ കേസ് പറയുമ്പോൾ ഈ തിരിച്ച് ദൈവത്തിന് സർവശക്തനാണ് എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്ന പല എക്സ്ക്യൂസുകളിലും പൊതുവെ 2 കേസും സ്ഥാപിക്കാൻ പറ്റാറില്ല. അതായത് ഇപ്പോൾ ഒറ്റ ഉദാഹരണം എടുക്കുക. ഇപ്പോൾ സാധാരണ ഇസ്ലാമിസ്റ്റുകൾ എല്ലാ കാലത്തും, ഇപ്പോൾ ഷാനു വന്നിട്ടാണ്, ഷാനുവാണ് ഇനി പറയാൻ പോകുന്ന ക്രിട്ടിക്ക് ഇവരുടെ ഇടയിൽ ഇപ്പോൾ ഷാനുവാണ് ആദ്യമായിട്ട് പറയണത്. ഇത്രയും കാലം ഇവർ പറഞ്ഞു നടന്നത് ഇതൊരു പരീക്ഷണമാണ്. ഞാൻ ജനറലി ഇസ്ലാമിസ്റ്റുകളുടെ അടുത്ത് കേട്ട് വന്നിട്ടുള്ള കാര്യമാണ്, ഇതൊരു പരീക്ഷണമാണ്. പരീക്ഷണം ഈ ഒരു 2 കാര്യം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ആൾക്കാരെ പരീക്ഷിച്ച് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് അവരെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള ഉപദ്രവം എടുക്കുക കേട്ടോ. കാരണം ആളുകൾ അനുഭവിക്കുന്ന ടോർച്ചറുകൾ, ഇപ്പോൾ പാലസ്തീനിലെ കുട്ടികൾ അനുഭവിക്കുന്ന അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം എടുക്കുക. അപ്പോൾ ഈ ഒരു റേഞ്ച് ഓഫ്, ഈ ഒരു എമൗണ്ട് ഓഫ് സഫറിങ്ങിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണോ ആൾക്കാരെ പരീക്ഷിച്ച് എന്തെങ്കിലും റിസൾട്ട് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ സ്വർഗത്തേക്കും നരകത്തേക്കും വിധിച്ചു കൊടുക്കുക എന്നുള്ളത് ഗ്രേറ്റർ ആയിട്ടുള്ള കാര്യമാണോ? അല്ല, ഗ്രേറ്റർ ആയിട്ടുള്ള കാര്യമല്ല. 1. പിന്നെ 2, ഈ ആൾക്കാരെ പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും സഫറിങ്ങിന്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെ 2 കണ്ടീഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ടെസ്റ്റിന്റെ കേസിലൊക്കെ ഈ 2 കണ്ടീഷനും ഏറെക്കുറെ ഫെയിൽ ആവും. പിന്നെ ഇവർ പറയുന്ന ഗ്രേറ്റർ ഗുഡ്, പക്ഷെ അവനെന്താ പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതായത് ഈ സഫറിങ് ഇല്ലാതെ ഈ നന്മ അച്ചീവ് ചെയ്യുക എന്നത് ഇമ്പോസിബിൾ ആണ്, തീരെ സംഭവിക്കില്ല. അങ്ങനത്തെ കാര്യങ്ങൾക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പോൾ ഗോഡിനൊരു ബാങ്ക് നോട്ട് എക്സ് നിഹിലോ എന്ന് പറഞ്ഞാൽ ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു ബാങ്ക് നോട്ട് ഉണ്ടാക്കാൻ പറ്റും. ദൈവത്തിന് പറ്റാത്ത കാര്യങ്ങളുണ്ടോ? ദൈവത്തിന് 1 7 വട്ടത്തിലുള്ള ത്രികോണം ഉണ്ടാക്കാം ഒക്കെ പറ്റില്ലേ? പിന്നെന്താ പറ്റിയാല് സമ്മതിക്ക പറ, പറ്റുന്നു പറ. ബാങ്ക് നോട്ട് ഒന്നുമില്ലായ്മ ഉണ്ടാക്കും. ഓക്കെ, പറ്റും. ഇത് ഞാൻ പറയണത് ആദ്യം പോഡ്കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അൺമാസിക്കാരൊക്കെ ഒന്ന് വട്ടത്തിലിരിക്കുക, ജൗഹറക്ക, ഷാഹിലിക്ക എല്ലാവരും ഇരുത്തിയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ 1 7 പറ്റുമോ, ബാങ്ക് നോട്ട് ഉണ്ടാക്കാൻ പറ്റുമോ, എന്നിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോഡ്കാസ്റ്റിൽ ഒന്ന് പറയാം. അല്ലെങ്കിൽ ഇന്റേണൽ ക്രിട്ടിക്ക് സംഭവിക്കും. പക്ഷെ ബാങ്ക് നോട്ട് എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ തന്നെ അത് ബാങ്കിലൂടെ പ്രിന്റ് ചെയ്ത് വരുന്ന നോട്ടാണ്. എക്സ് നിഹിലോ എന്ന് പറഞ്ഞാൽ ശൂന്യതയിൽ നിന്നുണ്ടാക്കുന്നതാണ്. ആ പ്രോസസ്സിലൂടെ വരുന്ന നോട്ടിനെയാണ് നമ്മൾ ബാങ്ക് നോട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് കൗണ്ടർ ഫീറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വ്യാജ നോട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എക്സ് നിഹിലോ. ബാങ്ക് നോട്ട്, ഒറിജിനൽ ബാങ്ക് നോട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. ഈ പ്രോസസ്സിലൂടെ വരുന്നതിനെയാണ് നമ്മൾ ബാങ്ക് നോട്ട് എന്ന് വിളിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ആ പ്രോസസ്സിലൂടെ വരാത്ത എക്സ് നിഹിലോ ക്രിയേഷനോടെ വന്നത് ഒരിക്കലും ബാങ്ക് നോട്ട് ആവില്ല, അത് കൗണ്ടർ ഫീറ്റ് ആയിരിക്കും. ഈ തിന്മയില്ലാതെ അല്ലെങ്കിൽ ഈ സഫറിങ് ഇല്ലാതെ ഗോഡിന് ആ ഗുഡ് അച്ചീവ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ, ആ സഫറിങ്ങിന്റെ പ്രോസസ്സിലൂടെയാണ് ആ നന്മ ഉണ്ടാകുന്നത്. അതാണ് അതിന്റെ എൻഡ് റിസൾട്ടിലല്ല. ഇപ്പം ബാങ്ക് നോട്ട് ഉണ്ടാകുമെന്നുള്ള ആ എൻഡ് റിസൾട്ടിലല്ല, ആ നോട്ട് വരുന്ന ആ പ്രോസസ്സിലാണ് കാര്യം. ഓക്കെ, അപ്പൊ ഇവിടെ ഷാനു പറയുന്നത് ഇത്തരം പ്രോസസ്സിലൂടെ വന്നാലേ അങ്ങനെ ഒരു ഗ്രേറ്റർ ഗുഡ് ആവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതിന് കുറച്ച് ക്വാളിറ്റികൾ പറഞ്ഞു. എന്തൊക്കെ ക്വാളിറ്റി പറഞ്ഞത്? ഉദാഹരണത്തിന് കമ്പാഷൻ, അതേപോലെ സെൽഫ് സാക്രിഫൈസ്, ആത്മത്യാഗം നടക്കുക എന്നുള്ളത്. ഇത് ഇവിലുള്ള ഒരു സൊസൈറ്റിയിലേ നടക്കുള്ളൂ. അല്ലാതെ നമ്മൾ ആർക്ക് വേണ്ടി ഒരു ഇവിലും ഇല്ലാത്ത, ഒരു അപകടവും ഇല്ലാത്ത, ഒരു രീതിയിലുള്ള സഫറിംഗും ഇല്ലാത്തടത്ത് നമ്മൾ എന്ത് ത്യാഗമാണ് ചെയ്യേണ്ടത്? അപ്പൊ ഇങ്ങനെ ഈവിലൊക്കെ ഉള്ള ഒരു സൊസൈറ്റിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, അല്ലാത്തൊരു സൊസൈറ്റിയിൽ ഇങ്ങനത്തെ നന്മകൾ നടക്കില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് ക്രാബിക്ക് ടൂർ പോയി, അവിടെ കഞ്ചാവൊക്കെ ഈസി ആയിട്ട് കിട്ടും. ആർക്ക് വേണമെങ്കിലും കടയിൽ പോയിട്ട് കഞ്ചാവ് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം കിട്ടും.
അപ്പോൾ അങ്ങനെയുള്ള ഒരു സൊസൈറ്റി വേണം എല്ലായിടത്തും. എന്നാലും ആ കഞ്ചാവിൽ നിന്ന് വിട്ട് നിൽക്കുക എന്നുള്ളത് ഒരു നന്മാവുള്ളൂ. അതേസമയം നമ്മളിപ്പോൾ നിൽക്കുന്ന സിംഗപ്പൂരാവട്ടെ, സിംഗപ്പൂര് കഞ്ചാവ് പൊസഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ തല പോവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ ആരും എന്ത് ചെയ്യില്ല, കഞ്ചാവ് എന്തായാലും ഉപയോഗിക്കില്ല, പേടിയായിരിക്കും. അപ്പോൾ ഷാനു പറയുന്നത് തായ്ലൻഡ് പോലുള്ള സൊസൈറ്റി ആയിരിക്കണം എല്ലായിടത്തും ഉണ്ടാവുക. കാരണം കഞ്ചാവിൽ നിന്ന് വിട്ട് നിൽക്കുക എന്നുള്ളൊരു നന്മ വരണം എന്നുണ്ടെങ്കിൽ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണ്ടേ. അല്ലാതെ എന്താ കഞ്ചാവ് പൊസഷൻ വെച്ച് കഴിഞ്ഞാൽ തല പോവും എന്നുള്ള ഒരു സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കഞ്ചാവ് പൊസഷൻ വെക്കും. ഈവൻ ദോ അവർക്ക് ആഗ്രഹമുണ്ട് കഞ്ചാവ് ഉപയോഗിക്കണം, എങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. ഇമാജിൻ നമ്മുടെ ഈ ലോകത്തിന് പകരം ഷാനു ജനിച്ചത് ഒരു സ്വർഗതുല്യമായ ഒരു ലോകത്തായിരുന്നു. അവിടെ ആരും പരസ്പരം ഉപദ്രവിക്കുന്നില്ല, എല്ലാവരും സ്നേഹം മാത്രം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഷാനു 2 കാര്യങ്ങൾ ഒന്ന്, ഷാനു ഭയങ്കര ഡൗട്ട്ഫുൾ ആവും. ശരിടാ, ഈ ലോകം ദൈവം ഉണ്ടാക്കിയതല്ല. കാരണം എന്താ, ഈ ലോകത്ത് കമ്പാഷൻ ഇല്ല, നന്മ മാത്രമേ ഉള്ളൂ. ദൈവം ഇങ്ങനത്തെ ഒരു ലോകം ഉണ്ടാക്കുമോ? ദൈവം കുറേ ഈവിളൊക്കെ ആയിട്ട് കുറേ ഉപദ്രവങ്ങളൊക്കെ നടന്ന് കമ്പാഷൻ ഉള്ള ഒരു ലോകമാണ് ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഷാനു കൺഫ്യൂസ്ഡ് ആവും. 2, ഷാനു ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആവും. എന്ത് മോശമായ ലോകമാണിത്, ഈ ലോകത്ത് ആരും കമ്പാഷൻ കാണിക്കുന്നില്ല, ആരും സെൽഫ് സാക്രിഫൈസ് ചെയ്യുന്നില്ല, അടിമത്തമില്ല, അടിമകളെ മോചിപ്പിക്കുന്നില്ല, ഒരു എബ്രഹാം ലിങ്കൺ ഇല്ല, ഒരു മാർട്ടിൻ ലൂതർ കിങ് ഇല്ല. അപ്പോൾ ആ ലോകത്തെ കുറിച്ച് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആവും ഷാനു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് കാര്യം ചോദിക്കണ്ടേ, ഓക്കെ, കമ്പാഷനും സെൽഫ് സാക്രിഫൈസും ഈ പണ്ടാരടങ്ങുന്ന സഫറിങ്ങും ഉള്ള ലോകമാണോ ബെറ്റർ, അതോ ഇനി കമ്പാഷൻ സെൽഫ് സാക്രിഫൈസ് ഇല്ല എന്ന് വിചാരിക്കുക, ബട്ട് സ്റ്റിൽ ഈ ബാക്കിയുള്ള സഫറിങ്ങോ റേപ്പോ ടോർച്ചറോ ഈ ടൈപ്പ് സഫറിങ്ങുകളോ ഒന്നുമില്ല, അപ്പോൾ ഇങ്ങനത്തെ ഒരു ലോകമാണോ നല്ലത്? അപ്പോൾ ഈ ഒരു 2 കേസ് ആലോചിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഷ് എടുക്കുക ഏത് ലോകമാണ് ബെറ്ററായി തോന്നുന്നത് എന്നുള്ളത്. പിന്നെ ഇത് മാത്രമല്ല, ഇപ്പോൾ കമ്പാഷൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഹൊറിഫിക് സഫറിങ്ങിൻ്റെ ആവശ്യമല്ല. ഇപ്പോൾ കമ്പാഷനും സെൽഫ് സാക്രിഫൈസും, ഇപ്പോൾ ഒരു അമ്മ കുട്ടിക്ക് വേണ്ടി കമ്പാഷൻ കാണിക്കും. സാധാരണ ബ്രേവറിയുടെ കേസ് പറയാറുണ്ട്. ഒരാൾ ആളുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കുന്നതിൽ ഡെഡിക്കേറ്റഡ് ആവുന്നു, ബ്രേവറി കാണിക്കുന്നു, ഇങ്ങനത്തെ കേസുകളുണ്ട്. ഇനി പല കേസുകളും, ഇപ്പോൾ ഒരു കുട്ടിയെ, പിഞ്ചു കുട്ടിയെ ദിവസങ്ങളെടുത്ത് കുറേ ആളുകൾ ബ്രൂട്ടലായി റേപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹൊറിഫിക് ആയിട്ടുള്ള സഫറിങ് എന്ന് പറഞ്ഞാൽ അത്രയും ക്യാരക്ടർ നശിച്ചു പോകണം. അവിടെ എന്തെങ്കിലും ഗ്രേറ്റർ ആയിട്ട് ആൾ കമ്പാഷനേറ്റ് ആവുമോ, അല്ലെങ്കിൽ അവിടെ ഒരാളുടെ ക്യാരക്ടർ ഡെവലപ്പായി വരിക, ആൾ കൂടുതൽ ഊർജ്ജം കൈവരിക്കുക ഒന്നുമല്ല ചെയ്യണത്. ആളെ ക്യാരക്ടറെ നശിച്ചു പോയി ഫുള്ള് ജീവിതം തന്നെ നശിച്ചു പോകുന്നൊരവസ്ഥ. അതിനെയാണ് ഹൊറിഫിക് ആയിട്ടുള്ള സഫറിങ് എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു എവിഡൻഷ്യൽ പ്രോബ്ലം ഓഫ് ഈവിൾ നമ്മൾ ഫ്രെയിം ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ എവിഡൻഷ്യൽ പ്രോബ്ലം ഓഫ് ഈവിളിൽ മെയിനായിട്ട് പറയുന്ന ഒരു പോയിന്റാണ് ഹൊറിഫിക് ആയിട്ടുള്ള സഫറിങ്. ഇത്ര ക്രൂരമായിട്ട് ബ്രൂട്ടലായിട്ട് ഒരാളുടെ ക്യാരക്ടർ നശിച്ചു പോകുന്ന ടൈപ്പ് സഫറിങ്. ഇപ്പോൾ പാലസ്തീൻ സമത് പറഞ്ഞു തുടങ്ങി, പാലസ്തീനാണ് നമ്മുടെ മെയിൻ ഇഷ്യൂ എന്നുള്ളത്. പാലസ്തീനിലെ കുട്ടികളുടെ അവസ്ഥ, അവിടുത്തെ അമ്മയുടെ അവസ്ഥ ഒക്കെ ആലോചിക്കുക. അവിടെ ഒരു പാലസ്തീനിലെ ഒരു ഗാസയിലെ ഒരു അമ്മയുടെ മുമ്പിൽ നിന്ന് ഒരു കുട്ടിയുടെ തല മുറിഞ്ഞ് 2ആയി പോവാണ്. അപ്പോൾ ഈ അമ്മ ഇത് കണ്ടി തകർന്നു പോവാണ്, മനസ്സേ തകർന്ന് മരവിച്ചു പോവാണ്. ഇതൊക്കെ എന്തിനാ ദൈവമാക്കിയത്? ഇവിടെയുള്ള നമ്മൾ കുറച്ച് ആൾക്കാർ കമ്പാഷൻ കാണിക്കാൻ, അവിടെയുള്ള ആൾക്കാർക്ക് സെൽഫ് സാക്രിഫൈസ് കാണിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ അമ്മയുടെ ക്യാരക്ടർ നശിപ്പിച്ച് കളയുന്നത്. ക്യാരക്ടറും എല്ലാ രീതിയിലും തകർത്ത് കളയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു എസ്റ്റാബ്ലിഷ്മെന്റ്, ഇത്തരത്തിലുള്ളൊരു സിസ്റ്റമാണ് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് ആലോചിച്ച് നോക്കുക. മാത്രമല്ല ഇത്തരം നെസസറി ഈവിൽ വേണം സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉണ്ടാവാൻ എന്ന് വാദിക്കുന്ന ഒരാൾ ഹൈലി ഫങ്ഷനിങ് ആയിട്ടുള്ള ലോ ആൻഡ് ഓർഡറുള്ള ഒരു സൊസൈറ്റി ഉണ്ടെന്ന് വിചാരിക്കുക, അവിടെ ഇത്തരം ഈവിൽസ് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തൂലേ. കാരണം ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഒരിക്കലും ഇത്തരം ക്യാരക്ടേഴ്സ് ഉണ്ടാവാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ഇത്തരം ഈവിൽസ് കൊണ്ടുവരണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സ്ലേവറിയുടെ കേസ് എടുക്കുക. ഇപ്പോൾ സ്ലേവറി ഇപ്പം മിക്ക സ്ഥലത്തും അബോളിഷായി. സ്ലേവറി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇപ്പം ഇല്ല. ഈ സ്ലേവ്സിനെ ഫ്രീ ആക്കി വിടുക, അല്ലെങ്കിൽ സ്ലേവ്സിനോട് കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറുക, ഇതൊക്കെ നല്ല ക്വാളിറ്റീസാണ്. അപ്പോൾ ഇത്തരം നല്ല ക്വാളിറ്റീസുകൾ വരണം എന്നുള്ള നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരാൾ സ്ലേവറിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു, എന്തായിരിക്കും അവസ്ഥ? അതിൽ നിന്ന് കുറെ ആളുകൾ സഫർ ചെയ്യും. ഒരു റേസിൽപ്പെട്ട ആളുകൾ വളരെ ടോർച്ചർ അനുഭവിക്കും. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. കുറെ ആൾക്കാർ കമ്പാഷൻ ഉണ്ടാവുമല്ലോ, അടുത്ത മാർട്ടിൻ ലൂതർ കിങ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതുകൊണ്ടൊക്കെ കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ ഷാനുവിൻ്റെ മനസ്സിൽ നല്ലത് എന്ന് പറയുന്നത് ഈ ഒരു സൈക്കിൾ ഓഫ് വയലൻസ് ആണ്. നല്ലൊരു തിന്മ വരണം, എന്നിട്ട് ആ തിന്മയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യണം, എങ്ങനെയും ആ തിന്മ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നല്ല ക്വാളിറ്റീസ് കൊണ്ടുവരണം. തിരിച്ച് വീണ്ടും ഇതുപോലത്തെ ഒരു തിന്മ വേറെ എവിടെയെങ്കിലും വരണം.
ആൾക്കാരെ അത് നന്നാക്കണം. ആ ഒരു സൈക്കിൾ ഓഫ് വയലൻസ് ആണ് ഷാനു ആഗ്രഹിക്കുന്നത്, നല്ലത് എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ അവർ മുസ്ലിമുകളാണല്ലോ, ഇവർ വാദിക്കാറ് ശരിയ എന്ന് പറയുന്നത് വളരെ നല്ലൊരു നിയമ വ്യവസ്ഥിതിയാണ്. അത് വന്നു കഴിഞ്ഞാൽ ആളുകൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ വളരെയധികം പിന്മാറുന്നൊക്കെയാണ് ഇവർ വാദിക്കുന്നത്. അങ്ങനെ പിന്മാറി തിന്മകൾ ഇല്ലാതാക്കുന്ന ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അത് ഈവിലാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ഈവിലാണ്. കാരണം പിന്നീട് ഈ തിന്മകൾ ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് കമ്പാഷനേറ്റ് ആവാൻ പറ്റുക, അല്ലെങ്കിൽ ഹീറോയിക്ക് ആവാൻ പറ്റുക? ഇതൊന്നും ആവാൻ പറ്റില്ലല്ലോ. ലുക്സ് ലൈക്ക് എന്താ അവര് ഒരു ഉട്ടോപ്പിയ ഹേറ്റ് ചെയ്യുന്നു. നല്ലൊരു ലോകത്തെ അത് താല്പര്യമില്ല. ഷാനുവിനും താല്പര്യമില്ല നല്ലൊരു ലോകം. ദൈവത്തിനും താല്പര്യമില്ല നല്ലൊരു ലോകം. സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. വളരെ അതും ചില്ലറ, ഞാൻ പറഞ്ഞില്ലേ എന്താ, ഒരാളെ കൊല്ലുക എന്നുള്ള എന്താ തിന്മയല്ല. ഒരാളെ കൊന്നിട്ട് ഓക്കെ അയാളുടെ ഫാമിലിയെ കമ്പാഷനേറ്റ് അയാളുടെ ഫാമിലിയോട് പെരുമാറുക എന്നുള്ളതല്ല. അയാളെ ബ്രൂട്ടലായി കൊന്ന്, അതും എന്താ മൾട്ടിപ്പിൾ ദിവസങ്ങളെടുത്ത് ടോർച്ചർ ചെയ്ത് കൊന്ന്, ആ ടോർച്ചർ ചെയ്ത ആളുടെ ഫാമിലിയോട് കമ്പാഷനേറ്റ് ആയി പെരുമാറുക എന്നുള്ള നന്മ കൂടി ദൈവം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏതതിൻ്റെ ലിമിറ്റ് എത്ര വരെ ചെയ്യാം, എത്ര വേണമെങ്കിലും ചെയ്യാം. ഇപ്പം എനിക്കൊരാളെ പിടിച്ചിട്ട് ഇപ്പോൾ 1 മാസം ടോർച്ചർ ചെയ്യുക, 1 വർഷം ടോർച്ചർ ചെയ്യുക, 2 വർഷം ടോർച്ചർ ചെയ്യുക, എന്നിട്ട് കൊല്ലാം. എങ്കിലും എന്താ അതൊരു നല്ല കാര്യമാണ്. ആലോചിച്ച് നോക്കുക, വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്താ, നിനക്ക് പോയിട്ട് അയാളുടെ ഫാമിലിയുടെ അടുത്ത് കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറാം. ഓക്കെ, എത്രയും ടോർച്ചർ അനുഭവിച്ചല്ലേ എന്നുള്ളത്. അപ്പോൾ ഓവറാൾ സ്ഫിയർ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ നല്ലതാ. ഇനി മനുഷ്യന്മാർക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഇത്തരം നല്ല ക്വാളിറ്റീസ് പോലെ ദൈവത്തിന് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ആട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അള്ളാഹു ഇപ്പോൾ പറഞ്ഞു ഓൾ ഗുഡ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ പലതരം ക്യാരക്ടേഴ്സും ദൈവത്തിന് ആട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം ക്യാരക്ടേഴ്സ് അള്ളാഹ്ക്ക് എങ്ങനെ കിട്ടി? അള്ളാഹ് ഇത് ഈ ഒരു പ്രോസസ്സിലൂടെ പോയിട്ടാണോ കിട്ടിയത്? അതെ, അള്ളാന്റെ മക്കളെ മൊത്തം വെട്ടിക്കൊന്ന് അള്ളാഹ് അവരോട് കമ്പാഷനേറ്റ് ആയി, അല്ലെങ്കിൽ എന്താ ആ വെർച്യൂസ് അച്ചീവ് ചെയ്ത വെർച്യൂസ് അല്ല, ഇൻബിൽട്ട് ആയിട്ടുള്ള വെർച്യൂസ് ആണ്. ഉം. അക്വയർഡ് വെർച്യൂസ് അല്ല, ഉം. ഇൻബിൽട്ട് ആണ്. ഉം. പക്ഷെ അള്ള പറയണ ഓക്കെ അപ്പൊ ഞാൻ അങ്ങനെ അച്ചീവ് ചെയ്ത്, പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ഇൻബിൽട്ട് ആയിട്ട് ചെയ്യരുത്, നിങ്ങൾ എന്താ അക്വയർ ചെയ്തെടുക്കണം. കുറെ ടോർച്ചറിലൂടെ കടന്നു, അതും കുറെ ടോർച്ചർ സീംസ് പോയിന്റ്ലെസ്. ചില ടോർച്ചർ ഇപ്പോൾ എന്താ ഒരു കുട്ടി തീയിൽ വെന്തുരുകി മരിക്കുന്നു, ആരും അറിയുന്നില്ല, അങ്ങനെ ഒരു നടക്കുന്ന കേസ്, എന്താ ആരും അറിയാത്ത ഇഷ്ടം പോലെ കേസുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള കേസ് അത് പോയിന്റ്ലെസ് ആണ്. അത് എന്താ കൊളാട്രൽ ഡാമേജ് എന്നുള്ള രീതിയിൽ നടക്കട്ടെ. പിന്നെ മൃഗങ്ങളെ കാര്യം ഞാൻ തുടങ്ങുന്നതല്ല. എന്തായാലും കാട്ടുതീയിൽ വെന്തിരുകി മരിക്കുന്ന മൃഗങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ എവല്യൂഷണറി സൈക്കിളിൽ മരിച്ചുപോയ ബില്യൺസ് ഓഫ് അനിമൽസും, ബില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് അനിമൽസിന്റെ കേസ് അത് വിട്, അത് എന്തൊഴിവാക്കാം, നമുക്ക് മനുഷ്യരുടെ കേസ് തീരുമാനമാക്കാം. അപ്പോൾ അതൊക്കെ പോയിന്റ്ലെസ് ആണ്, അത് സീംസ് പോയിന്റ്ലെസ്. പക്ഷെ ചില സഫറിങ് ഭയങ്കര ഹൊറിഫിക് ആയിട്ടും തോന്നും. ഇപ്പോൾ ടോർച്ചർ, റേപ്പ്, ഈ ടൈപ്പ് സഫറിങ് നിങ്ങൾക്ക് ഹൊറിഫിക് ആയിട്ടും തോന്നും. പക്ഷെ ഇതൊന്നൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്യണം, നിങ്ങൾ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ അള്ളാഹുടെ ഈ ഒരു ഡിസിഷൻ എനിക്ക് സിമിലറായി തോന്നുന്നത് ഇസ്രായേൽ പട്ടാളത്തിനോടാണ്. ലൈക്ക് ടെററിസം ഇല്ലാതാക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു വലിയ നന്മക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പിഞ്ചു കുഞ്ഞുങ്ങളെയും അതേപോലെ സിവിലിയൻസിനൊക്കെ കൊന്നു കൊടുക്കുക, ബ്രൂട്ടലായി കൊല്ലും, ബ്രൂട്ടലായി കൊല്ലുന്നു. ബ്രൂട്ടലായി കൊല്ലും, കുഴപ്പമില്ല. കാരണം അത് കണ്ടിട്ട് നിങ്ങൾ ക്യാരക്ടർ ബിൽഡ് ആവുമല്ലോ, കുഴപ്പമില്ല. നമ്മൾ പലപ്പോഴും വെള്ളപ്പൊക്കവും മറ്റു കാര്യമൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ആളുകൾ കൂടുതൽ അടുക്കുന്നതും അവരുടെ സ്നേഹവും. ഹീറോയിക് ആക്ട്സ് ഈ അടുത്ത് നമ്മൾ കണ്ടാണ്, വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഒരാൾ മുട്ടുകുത്തി നിന്നിട്ട് അതിന്റെ മുകളിലൂടെ മറ്റുള്ളവരെ ഇത്തരം ഹ്യൂമാനിറ്റിയുടെ പ്രകടനങ്ങൾ അത് സംഭവിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവുമ്പോഴേ ഈ നന്മ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുള്ളൂ. വീണ്ടും എന്താ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കണം, ചോദിച്ച കാര്യം അതേപോലെ റിപ്പീറ്റ് ചെയ്യാനേ ഉള്ളൂ. ഒരാൾ മുട്ടുകുത്തി ആളുടെ മേലെ കൂടി ആള് നടക്കുന്ന കാണുമ്പോൾ ഷാനുവിന് കിട്ടണ സുഖാണോ ഇത്? അതോ ആ വെള്ളപ്പൊക്കത്തിൽ മരിച്ചു പോയതും ജീവിതം നഷ്ടപ്പെട്ടതും സമ്പത്ത് നശിച്ചു പോയതും ഇനി ഫ്യൂച്ചറിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാണ്ട് സങ്കടപ്പെട്ട് തകർന്നു കിടക്കുന്ന ആളുകൾ, ഇത് രണ്ടും ടാലി ചെയ്ത് നോക്ക്, എന്നിട്ട് ബേസ് ചെയ്ത് നോക്ക്. ഏതാണ് എന്താ ഷാനുവിന് തോന്നിയത്? ആ ഹീറോയിക് ആക്ടിൽ എല്ലാം ടാലി ആയി പോയി ബാക്കിയുള്ളതൊക്കെ. പക്ഷെ എന്താ ഹോണസ്റ്റ്ലി എനിക്കത് തോന്നില്ല, ഒരിക്കലും തോന്നില്ല. അവിടെ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവുമ്പോഴേ ഈ നന്മ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുള്ളൂ. ആ അവസരത്തിലൂടെയേ ഈ നന്മ പൂർണ്ണമാവുള്ളൂ എന്നുള്ളതായി. പിന്നെ പ്രയാസം ഉണ്ടാവുമ്പോഴേ നന്മ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു തരം പ്രയാസം ഇല്ലാത്ത സമയത്തും നല്ല കാര്യങ്ങൾ ചെയ്യാലോ. ഈവൻ ഇപ്പം ഇസ്ലാമിൽ ഇസ്ലാമിനെ പറ്റി ഒരു നല്ല കാര്യം പറയാൻ പോവാണ്. മദ്രസയിൽ ഞാൻ പഠിച്ചതാണ്. ഇപ്പോൾ ഒരാളല്ല 2 രീതിയിൽ പരീക്ഷിക്കും. ഒന്ന്, അയാൾക്ക് വളരെയധികം സഫറിങ് കൊടുത്ത് പരീക്ഷിക്കും. ആ സഫറിങ്ങിന് അയാൾ എങ്ങനെയാണ്, അപ്പോൾ അവിടെയാണ് ഈ ക്യാരക്ടർ ബിൽഡിങ് ഇതൊക്കെ റെലവൻ്റ് ആവണത്. പിന്നെ വേറൊരു രീതിയിലുള്ള പരീക്ഷിക്കണം, അയാൾക്ക് നല്ല സമ്പത്തും നല്ല പ്രിവിലേജുകളും, നല്ല കൊടുത്തിട്ട്, നല്ല പ്ലഷർ കൊടുത്തിട്ട് പരീക്ഷിക്കും. അപ്പോൾ ആ പ്ലഷർ കൊടുക്കുമ്പോൾ അയാൾ എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യണത്, അതൊരു പരീക്ഷണമാണ്. അതും അയാളെ ക്യാരക്ടർ ബിൽഡിങ്ങിന് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ എന്തിനാണ്
സഫറിങ് കൊടുത്ത് പരീക്ഷിക്കണം? ഈ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങൾ കൊടുത്ത് പരീക്ഷിച്ചൂടെ? അപ്പോഴും ക്യാരക്ടർ ബിൽഡ് ആവുന്നുണ്ടല്ലോ. ഇപ്പം ഞങ്ങള് എന്താ ഒരു പ്രൊജക്റ്റ് ചെയ്തിരുന്നു. ഇപ്പൊ നിനക്കറിയാം, ഒരു മാത്സിന്റെ പ്രൊജക്റ്റ് നമ്മളെല്ലാവരും ഇരുന്നിട്ടാണ് ചെയ്തത്. ആ ചെയ്ത ടൈമിൽ നമ്മുടെ ബന്ധങ്ങളൊക്കെ സ്ട്രോങ് ആയി, ഒപ്പം കാര്യം ചെയ്തു, ഒരു കൂട്ടത്തോടെ ഞങ്ങളെല്ലാം പെർസ്യൂ ചെയ്തു, പരസ്പരം ഹെൽപ്പ് ചെയ്തു. പക്ഷേ അവിടെ സഫറിങ്ങോ അല്ലെങ്കിൽ ആരെയും കൊല്ലണ്ടി വന്ന് കണ്ണ് കുത്തി പൊട്ടിക്കേണ്ട ആ രീതിയിലുള്ള സഫറിങ്ങിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. മേ ബി ഒരു ഒരു ലൈഫ് ത്രട്ടനിങ് സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടും, ഒരു ജീവൻ മരണ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ നമ്മുടെ ആത്മബന്ധം കുറച്ചും കൂടിയും ഊർജിതമാവുണ്ടാവും. പക്ഷേ അപ്പോഴും വീണ്ടും ഏതാ ബെറ്റർ, വെയിറ്റ് ചെയ്ത് നോക്ക്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണോ അതോ അത്ര ഊർജിതമാവണ്ട ബട്ട് സ്റ്റിൽ ആത്മബന്ധങ്ങളുണ്ട്, എന്നാൽ സഫറിങ് ഇല്ല, ബ്രൂട്ടലായിട്ടുള്ള സഫറിങ് ഒന്നുമില്ല, ഏതാണ് ബെറ്റർ? ഇപ്പൊ ഇതുവരെ ഷാനു ഈവില് നെസസറി ആവാൻ കാരണം ക്യാരക്ടർ ബിൽഡിംഗ് ആണെന്നാണ് പോയിന്റ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ഫ്രീ വില്ലാണ് ഇത്തരം ഈവിലിനെ നെസസറി ആക്കാൻ പോണത് എന്നാണ്. തിന്മ ചെയ്യാൻ ഉള്ള അവസരങ്ങളും അതിനുള്ള പ്രലോഭനങ്ങളും ഒക്കെ ഉള്ള ഒരു വേൾഡിൽ നന്മ ചെയ്യുന്നതാണ് നന്മ. അതല്ലാതെ തിന്മ ചെയ്യാൻ യാതൊരു സാഹചര്യവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇവൽ നടത്താൻ, അപകടം ചെയ്യാൻ, സഫറിങ് ഉണ്ടാക്കാൻ ഒരു രീതിയിലും പറ്റാത്ത ഒരു ലോകത്ത് ഒരാൾ സഫറിങ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു നന്മയുള്ള കാര്യമല്ല. അത് ആർക്കും പറ്റും. അപ്പൊ ഈവില് ചെയ്യല് പോസിബിലിറ്റി ആവണം, എന്നാലേ ഒരാൾക്ക് എന്താവാൻ പറ്റുള്ളൂ, നല്ലതാവാൻ പറ്റുള്ളൂ. കാരണം അയാൾക്ക് നല്ലത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അത് മാത്രമാണ് പോസിബിൾ എന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ നല്ലതെന്ന് വിളിക്കണ്ട. ഓക്കെ, അള്ളയും നല്ലതല്ല, അള്ളാഹ്ക്ക് നല്ലത് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമേ ചെയ്യാൻ ആ. ഓക്കെ, അപ്പോൾ ഇതിവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ഏകദേശമൊക്കെ കൺവിൻസിങ് ആണ്. അതെ, കമ്പാഷൻ വളർത്താൻ വേണ്ടി ആളുകളെ ടോർച്ചർ ചെയ്ത് കൊല്ലാം എന്നുള്ളത് കൺവിൻസിങ് ആണ് സംഗതി. എനിക്ക് പോയി നന്മയും തിന്മയും ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. അതിൽ നിന്ന് ഞാൻ നന്മ ചൂസ് ചെയ്യുമ്പോൾ, അതിൽ നിന്ന് നന്മ തിരഞ്ഞെടുക്കുമ്പോഴേ ആ നന്മ പൂർണ്ണമാവുന്നുള്ളൂ. ഇപ്പൊ ഒരാൾക്ക് ഒരു നന്മയും തിന്മയും തെരഞ്ഞെടുത്ത് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അതുണ്ടെങ്കിലേ എന്താവുള്ളൂ, നന്മ പൂർണ്ണമാവുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ അള്ളാടെ നന്മ ഒന്നും പൂർണ്ണമല്ല. നന്മ പൂർണ്ണമല്ല, അത് ഫോഴ്സ്ഡാണ്, ആളുടെ ക്യാരക്ടറിലുള്ളതാണ് ഓൾറെഡി. നന്മ മാത്രമേ ചെയ്യൂ, ആൾക്ക് തിന്മ ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ട്രെയിനിൽ സഞ്ചരിക്കുകയാണ്, അവിടെ സുന്ദരിയായൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയെ കാണുന്നു, എനിക്ക് താല്പര്യം തോന്നുന്നുണ്ട്. അവിടെ ആ സ്ത്രീക്ക് ചുറ്റും ഒരുപാട് ഗാർഡ്സ് ഉണ്ട്. അപ്പം ഞാൻ ആ സ്ത്രീയോട് എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറുകയാണെങ്കിൽ ആ ഗാർഡ്സ് എന്നെ ഓൺ ദ സ്പോട്ട് വിളിച്ചു കൊല്ലുമെന്ന് എനിക്ക് അറിയാം. അവിടെ ഞാൻ ആ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറാത്തത് എൻ്റെ തനിഗുണം ഞാൻ പുറത്ത് കാണിക്കുന്നതല്ല. ഓക്കെ, അതെന്റെ ഫ്രീ വിൽഡ് എക്സിക്യൂഷൻ അല്ല, മറിച്ച് ആ സിറ്റുവേഷൻ എന്നെ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യാൻ വേണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ ഷാനു പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരാളുടെ ഫ്രീ വിൽ എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഷാനുയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ തനി ഗുണം കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്മ. ബാക്കിയുള്ള ആളെന്ത് ചെയ്യുന്നു എന്നുള്ള വിഷയമല്ല, ആളുടെ തനി ഗുണം കാണിക്കാനുള്ള അവസരം വേണം, അല്ലെങ്കിൽ തനി ഗുണം കാണിക്കാൻ പറ്റുന്ന ആൾക്ക് തോന്നണം. അപ്പോൾ ഇത് ഏത് മോറൽ തിയറി വെച്ചിട്ടാണ് ഇത് ശരി? ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കുക, നമ്മൾ നല്ലൊരു ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിയാ ലോ ആണെന്ന് വിചാരിക്കുക, നല്ലൊരു മാതൃകാപരമായിട്ടുള്ള ശരിയാ ലോ ആണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ അടുത്ത് അപമര്യാദയായി പെരുമാറിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ ആളുകൾ വന്ന് തടുക്കും. ശരിയാ ലോല അങ്ങനെ തന്നെ അല്ല, അല്ലാണ്ട് അത് ചെയ്ത് കഴിഞ്ഞ് 4 ആള് കണ്ടതിന് ശേഷം മാത്രമേ ചെയ്യൂ, പിടിക്കും. ഓക്കെ, ശരിയാലോ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും എടുക്കുക. ഏതെങ്കിലും ഒരു നിയമത്തിൽ നമ്മൾ മാക്സിമം ഒരു നല്ലൊരു ലോ ആൻഡ് ഓർഡർ സിസ്റ്റം ആണെങ്കിൽ അവിടെ ക്രൈം നടക്കുന്നതിന് മുൻപ് തടയാനാണ് ശ്രമിക്കുക, അങ്ങനെ ഒരു ഇൻറ്റൻഷൻ വന്നാൽ തന്നെ. അപ്പോൾ ഇവിടെ ബോഡി ഗാർഡ്സിൻ്റെ കേസ് പറഞ്ഞ പോലെ ബോഡി ഗാർഡ്സിന് പകരം പോലീസാണ്. പോലീസ് ഫുള്ള് പെട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിന്. ആരെങ്കിലും അപമര്യാദയായി പെരുമാറി കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. നല്ലൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എഗെയിൻ ആലോചിച്ച് നോക്കുക, ഷാനു എത്ര ഡിസപ്പോയിൻറ്റഡ് ആവും എന്നുള്ളത്. അയ്യോ, എന്ത് ദുരന്തപരമായിട്ടുള്ള ലോകമാണിത്, ആർക്കും തനിഗുണം കാണിക്കാൻ പറ്റുന്നില്ലല്ലോ, അയ്യോ എന്ത് മോശം ലോകമാണിത്. ദൈവം എത്ര ഡിസപ്പോയിൻറ്റഡ് ആവും നോക്കുക. മനുഷ്യന്മാർ അച്ചീവ് ചെയ്തു, നല്ലൊരു ലോ ആൻഡ് ഓർഡർ സിസ്റ്റം അച്ചീവ് ചെയ്തു, പക്ഷെ ദൈവം ഡിസപ്പോയിൻറ്റഡാ. എൻ്റെ സൃഷ്ടികൾക്കൊന്നും തനിഗുണം കാണിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്തിനാണ് പിന്നെ ഇവരുണ്ടാക്കി വിട്ടത്. ആരും പീഡിപ്പിക്കുന്നില്ല, ആരും കൊല്ലുന്നില്ല, ആരും മോഷ്ടിക്കുന്നില്ല, കാരണം നല്ല ലോ ആൻഡ് ഓർഡർ സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞു വെക്കുന്നത് എന്താണ്, ലോ ആൻഡ് ഓർഡർ സിസ്റ്റം പാടില്ല എന്നാണോ? ഇപ്പോൾ ഷാനുവിൻ്റെ ഐഡിയ പ്രകാരം തനിഗുണം കാണിക്കുക എന്നുള്ള പോസിബിലിറ്റിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എന്ത് മതി, ലോ ആൻഡ് ഓർഡർ സിസ്റ്റം ഒന്നും പാടില്ല, മോറൽ ടീച്ചിങ്സ് ഒന്നും പാടില്ല, അവർ തനിഗുണം കാണിക്കട്ടെ. പിന്നെ മോറൽ മോട്ടിവേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും വിശ്വാസികൾ ഉന്നയിക്കാറുള്ള ഒരു പോയിന്റാണ്, വിശ്വാസികൾക്ക് വളരെയധികം മോറൽ മോട്ടിവേഷൻ ഉണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അത് പടച്ചോൻ കാണുന്നുണ്ട്, CCTV പടച്ചോൻ കാണുന്നുണ്ട് എന്നുള്ളൊരു പേടി, ഞങ്ങൾ നരകത്തി പോകുന്നുള്ളൊരു പേടി. അപ്പൊ ഈ 2 പേടിയുള്ള ആളെങ്ങനെ തനിക്കോണം കാണിക്കുക? എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഈ ഷാനു പറയുന്നത് ഒരാൾക്ക് തനിക്കോണം കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് പാടില്ല, അവർക്ക് ദൈവത്തിൽ വിശ്വാസം പാടില്ല. നല്ലൊരു സൊസൈറ്റി ഉണ്ടാവണമെങ്കിൽ, ഷാനുവിൻ്റെ മനസ്സിലെ നല്ലൊരു സൊസൈറ്റി ഉണ്ടാവണമെങ്കിൽ ആരും ദൈവത്തിലും സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കരുത്, എന്നാലല്ലേ അവർക്ക് തനിക്കോണം കാണിക്കാൻ പറ്റുള്ളൂ.
ഒരു പണിഷ്മെന്റും ഇല്ല എന്ന് വിശ്വസിക്കണം, ഇവിടെ പോലീസ് ഇല്ല എന്ന് വിശ്വസിക്കണം, ഒരു പട്രോളിങ്ങും ഇല്ല എന്ന് വിശ്വസിക്കണം, എന്നിട്ട് വേണം ആള് പെരുമാറാൻ. അപ്പോൾ ഇതൊന്നും എന്താ വിയേർഡാസ് എത്തിക്സ്. ഇനിയിപ്പോ ആ ട്രെയിനിന്റെ കേസിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് പാരലൽ വരക്കാം. അപ്പൊ ആ ട്രെയിനിൽ ഒരാൾ പീഡിപ്പിക്കാൻ പോവാണ്, ആ സമയത്ത് അവിടെ ബോഡി ഗാർഡ്സിനല്ല കാണുന്നത്, അയാളെ വിശ്വാസം ഓർമ്മ വരിക അള്ളാഹു, നരകം. അപ്പൊ അയാൾക്ക് തനി ഗുണം കാണിക്കാൻ പറ്റണില്ല. അതെ, അയാള് തടുക്കുകയാണ്, അയാള് അതൊന്ന് പിന്മാറുകയാണ്. മോശം കാര്യമാണ്, അങ്ങനെ ചെയ്യരുത്. അയ്യോ, എന്ത് തിന്മ നിറഞ്ഞ കാര്യം. തിന്മകൾ നടക്കുമെന്ന അല്ലെങ്കിൽ നടന്നതിന്റെ അറിവിൽ അതിനുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ തിന്മക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അത് ചെയ്യാൻ പറ്റുമെന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയുള്ള കണ്ടീഷനിൽ ഒരാൾ തിന്മ ചെയ്യാതിരിക്കുന്നതാണ് ഗുഡ്. ക്ലിയർ കട്ടാണ്. ഒരു പെർഫെക്റ്റ് ലോ ആൻഡ് ഓർഡർ സിസ്റ്റം ഉള്ള വേൾഡ് ബാഡാണ്. ക്ലിയർ കട്ടാണ്. ആൾക്കാർക്ക് തിന്മ ചെയ്യാൻ ബോധ്യമല്ല. അതായത് എന്തപ്പം ഞാൻ കാണുകയാണ്, ഇന്നലെ ചെയ്ത ആളൊക്കെ പിടിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്ത ആളെ പിടിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ലോകം മോശമാണ്. നമ്മൾ ക്രൈം എറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകൾക്ക് അതൊരു ദുഃഖമാണ്. അവർ ഉറങ്ങില്ല, പിന്നെ എങ്ങനെയും ക്രൈം തിരിച്ചു കൊണ്ടുവരണം, ഈ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം നശിപ്പിച്ച് കളയണം. ചെറിയ കുട്ടികൾ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുഴുവൻ തീയിൽ വീണാൽ അല്ലെങ്കിൽ കുഴക്കിണറിൽ വീണാൽ അല്ലെങ്കിൽ അവരുടെ ജീവിതം അപകടപ്പെട്ടാൽ നേരെ പറിച്ചു രക്ഷിക്കും എന്നൊരു സിസ്റ്റമാണ് അവിടെ നടക്കുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ അവിടെ ആളുകൾക്ക് അവിടെ രക്ഷിക്കാനുള്ള ഒരു ഓപ്ഷനോ ആ രക്ഷിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഗ്രേറ്റർ ഗുഡ് ഉണ്ടാകാനുള്ള ഒരു ഓപ്ഷനോ ഇല്ല. ഹൗ ഡിസപ്പോയിന്റിംഗ്. ആളുകൾക്ക് ഹീറോ ആവാനുള്ള അവസരം കിട്ടാൻ വേണ്ടി എത്ര കുട്ടികളാണ് വെന്ത് മരിച്ചത്. എന്ത് സന്തോഷകരമായ ലോകം. എന്താ പിന്നെ എനിക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് മനസ്സിലുണ്ട്. ഈ എന്താ ലിമിറ്റഡ് ഫൈനൈറ്റ് ക്രീച്ചർ ആയിട്ടുള്ള കണ്ടിൻജന്റ് ബീയിങ് ആയിട്ടുള്ള എനിക്ക് ഇഷ്ടം പോലെ ഐഡിയ മനസ്സിൽ വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ തീയിലിട്ടോട്ടെ, രക്ഷിക്കുന്നവർക്ക് എക്സ്ട്രാ കൂലി കൊടുക്കട്ടെ, വല്ല സുന്നത്ത് പോലെ. ഓക്കെ, ഓഫ് കോഴ്സ് അല്ല രക്ഷിക്കും, പക്ഷെ വേറെ ആരും രക്ഷിച്ച എക്സ്ട്രാ കൂലി. എന്താ കുട്ടി അല്ലെങ്കിൽ മരിക്കുന്നുള്ള ഓപ്ഷൻ അല്ല, അല്ലെങ്കിൽ അല്ല രക്ഷിക്കും. നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന എന്തോ കാര്യങ്ങൾ, ഇപ്പൊ ചില ആളുകൾക്ക് വിചാരം അതാണ്, ഇവരിങ്ങനെ ഇരുന്ന് പറയും, ആ പറയുന്ന പോലെ പഠിച്ചവനൊക്കെ ദുനിയാവിലെ സിസ്റ്റങ്ങൾ അങ്ങനെ ആക്കുന്നു, ഇങ്ങനെ ആക്കുന്നു, ഇത് എനേബിൾ ചെയ്യുന്നു, ഇത് ഓഫ് ചെയ്യുന്നു, ഡിസേബിൾ ചെയ്യുന്നു. അതിനല്ല പഠിച്ചുള്ളത്. അതുപോലെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് പറയും, അള്ള ഇങ്ങനെയാണ് ചെയ്യണത്, ഇങ്ങനെയാണ് ചെയ്യണത്, ഇതാണ് അള്ളാഹുടെ ഉദ്ദേശം, അപ്പൊ അള്ള അതുപോലെയാണ് ചെയ്യുന്നത്. നമ്മൾ പലരും പ്രഥമ ദൃഷ്ട്യാ തിന്മയാണെന്ന് വിചാരിച്ച പല സാഹചര്യങ്ങളും അതിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നെങ്കിലും അത് തിന്മയല്ല. അതിൽ നമ്മൾ ഒന്നുകൂടെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന വലിയ നന്മകളുണ്ട്. ഇനി ചില സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ എത്ര ആലോചിച്ചാലും മനസ്സിലാകാത്ത വലിയ നന്മകളുണ്ടാവാം. അപ്പൊ ഇവിടെ കൺക്ലൂഷനിൽ പുള്ളിക്കാരൻ പറയും നമുക്കൊണ്ട് ആലോചിച്ചെടുക്കാൻ പറ്റാത്ത വലിയ നന്മകൾ ഉണ്ടാകാം എന്നാണ്. പക്ഷെ നീ തുടക്കത്തിൽ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു ആർഗ്യുമെന്റിന്റെ റെഫ്യൂട്ടേഷൻ സക്സസ് ആവണമെങ്കിൽ 2 ക്രൈറ്റീരിയ ഉള്ളത് നീ തുടക്കത്തിൽ പറഞ്ഞു. എന്ത് സ്ഥാപിക്കണം? ഇവിടെ കാണുന്ന എല്ലാ തിന്മകളെക്കാളും വലിയൊരു നന്മയാണ് അള്ള ഉദ്ദേശിച്ചുള്ളത് എന്നുള്ളത് സ്ഥാപിക്കണം. ആ നന്മ എന്താണെന്ന് പറയണം, അല്ലെങ്കിൽ മാറി. ഇപ്പോ ഇത്രയും നേരം ഷാനു പറഞ്ഞത് തിയോഡസി എന്നാണ് ഇതിന് പറയുക. അതായത് ആ വലിയ നന്മ ഉണ്ട്, ആ വലിയ നന്മ എന്താണ്? അത് ഇതാണ്. ഇപ്പൊ ഫ്രീ വില്ലാണ്, എന്താ, അല്ലെങ്കിൽ ക്യാരക്ടർ ബിൽഡിംഗ് ആണ്. അതിന് തിയോഡസി എന്ന് പറയാം, ജനറലി ടൈപ്പ് ഓഫ് സംഭവങ്ങൾക്ക്. ഇപ്പോ എന്താ ഇവൻ പറയണത്, ആര് സമത് പറയണത്, സ്കെപ്റ്റിക്കൽ തീസ് എന്ന് പറഞ്ഞ മറ്റൊരു പരിപാടിയാണ്. വലിയ എന്തോ നന്മ ഉണ്ട്, പക്ഷെ അതെന്താന്ന് നമുക്കറിയില്ല. അത് ആ പരിപാടി നടക്കില്ല. ആ പരിപാടി നടക്കില്ല എന്നുള്ളത് നമ്മൾ പല വാദങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കാര്യം വെറുത്തു എന്നുള്ളത് കൊണ്ട് അത് മോശമായിക്കൊള്ളുന്നില്ല. വഹുവ ഖൈറുല്ലക്കും, ചിലപ്പോൾ അത് നിങ്ങൾക്ക് സൈറായിരിക്കാം, നന്മയായിരിക്കാം. വഅസാൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുല്ലക്കും, നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അത് നല്ലതാവണമെന്നില്ല. വഹുവ ശർറുല്ലക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് തിന്മയായേക്കാം. ഖുർആനിൽ ആയേക്കാം എന്നാണോ പറയണത്? പടച്ചവന് ഒരു ഉറപ്പില്ലാത്ത പോലെ. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. പടച്ചവൻ പറയുന്നു, അള്ളാഹ്ക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. ഈ ഗ്രേറ്റർ ഗുഡിനെ പറ്റി, ഏറ്റവും വലിയ നന്മകളെ പറ്റിയൊക്കെ അറിയുന്നത് പൂർണ്ണമായിട്ടും അള്ളാഹുവിനാണ്. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ല, നിങ്ങൾ അറിയാത്തവരാണെന്ന് പടച്ചവൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുക ചെയ്യുന്നു. അപ്പൊ ഖുർആൻ തന്നെ ഇവരെ മുമ്പ് വെച്ച എല്ലാ ആർഗ്യുമെന്റിനെ റെഫ്യൂട്ട് ചെയ്യാണ്. ഖുർആൻ പറയണത് നിങ്ങൾക്ക് അറിയില്ല, ആ വലിയ നന്മ എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ അറിവില്ലാത്തവരാണ്. ഫ്രീ വില്ല് എക്സിക്യൂട്ട് ചെയ്യല് വലിയ നന്മയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതല്ല, അറിയില്ല. അറിയാത്ത കാര്യം പറയുന്നതിന് 16 മിനിറ്റ് വീഡിയോ വരുന്നത് ചെയ്യണത്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നു. അപ്പൊ നമുക്കും ഇതുവരെ പറഞ്ഞ പോയിന്റുകളൊന്ന് ലിസ്റ്റ് ചെയ്തിട്ട് നമുക്കും വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോ ഞാൻ എല്ലാ പോയിന്റും തിരിച്ച് പറയാൻ നിൽക്കുന്നില്ല. ഞാൻ മറ്റേ ചീറ്റ് കോഡ് പോലെ ഒരു കോഡ് പറഞ്ഞുതരാം. കാരണം അള്ളാഹുവിൻ്റെ നന്മ നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാരന്റിന്റെ നന്മ, പാരന്റിന് തൻ്റെ കുട്ടികളോടുള്ള നന്മ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ നമുക്കൊരു പാരന്റ്, ഒരു ലവിങ് ആയിട്ടുള്ള പാരന്റ്, സ്നേഹം നിറഞ്ഞൊരു പാരന്റ് ഏത് രീതിയിൽ അവരുടെ കുട്ടികളോട് പെരുമാറുന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മതി. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അല്ലാണ്ട് മനസ്സിലാക്കാൻ വേറെ വഴിയില്ല. അപ്പോൾ
നിങ്ങൾക്ക് എന്ത് ഉടായിപ്പ് കാര്യങ്ങൾ പറയുകയാണെങ്കിലും ഇപ്പോൾ ഫ്രീ വില്ല് എക്സിക്യൂട്ട് ചെയ്യാനാണ് ഇങ്ങനെ സഫറിങ് അനുഭവിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടർ ബിൽഡ് ചെയ്യാനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് എന്ത് കിട്ടോക്കിയാൽ മതി? ഈ പാരന്റിന്റെ കേസിൽ കിട്ടോക്കിയാൽ മതി. ഇപ്പോൾ ഒരു അച്ഛൻ തൻ്റെ കുട്ടികളെ പരസ്പരം കത്തി കൊടുത്തിട്ട് വിടുകയാണ്, നീ ആ ചെറിയ കുട്ടീനെ പോയി കുത്ത്, എന്നിട്ട് കുത്തി കൊന്ന്, എന്നിട്ട് അച്ഛൻ മറ്റേ മൂത്ത കുട്ടീനെ വിട്ടിട്ട് കമ്പാഷനേറ്റ് ആയിട്ട്, ആ പാവം നിന്റെ അനിയൻ മരിച്ചു കിടക്കുന്നത് കണ്ടില്ല, അപ്പോൾ ഇവന് ഭയങ്കര സങ്കടം വന്നു, കമ്പാഷനേറ്റ് ആയി മറ്റേ എന്താ അമ്മേനോട് ആശ്വസിപ്പിച്ചു. കമ്പാഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചെറ്റത്തരങ്ങൾ കാട്ടുന്ന ഒരു അച്ഛൻ നല്ലൊരു അച്ഛനാണോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളത്, ഇങ്ങനത്തെ സിനാരിയോസ്. അപ്പം ഇങ്ങനെ വേണം നിങ്ങളെ എവാലുവേറ്റ് ചെയ്യാൻ. ഫ്രീ വില്ല് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മക്കളെ പരസ്പരം തമ്മിലടുപ്പിക്കുക, ആളെ വിട്ട് മക്കളെ പീഡിപ്പിക്കുക, ടോർച്ചർ ചെയ്യിപ്പിക്കുക, അത് ദിവസങ്ങളിട്ട് ടോർച്ചർ ചെയ്യിപ്പിക്കുക. അപ്പം ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഈ ഒരൊറ്റ സിസ്റ്റത്തിലിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മൊത്തം ഉടായിപ്പാണ്. ഈ പറഞ്ഞ ഉടായിപ്പുകളൊക്കെ വർക്കാവുന്ന തന്നെ വിചാരിക്കുക, എന്നാലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഈവലുകളുണ്ട്. ഇപ്പോൾ വില്യം റോന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ ഒരു കാട്ടു തീയിൽ പെട്ട് വെന്തുരുകിയിട്ട്, അതും ദിവസങ്ങളോളം ആ ഒരു തീയിൽ വെന്തിട്ടാണ് ഈ ഒരു മാന് മരിക്കണത്. ഈ മാൻ ആരും കാണുന്നില്ല, ഈ മാൻ പെട്ടെന്ന് മരിക്കണില്ല, വെന്തിട്ട് ദിവസങ്ങളോളം എടുത്തിട്ടാണ് മരിക്കണത്. അപ്പൊ ഈ ഒരു കേസിൽ ആരാ കമ്പേഷനേറ്റ് ആവണത്, അല്ലെങ്കിൽ ആരെ ക്യാരക്ടർ ബിൽഡ് ചെയ്യണത്, ആരെ ഫ്രീ വില്ല് ഉണ്ടോ? അപ്പൊ ഈ അനിമൽ സഫറിങ് പോലെ ആരും ക്യാരക്ടർ ബിൽഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ ആരും ഫ്രീ വില്ല് എഫക്ട് ചെയ്യപ്പെടാത്ത ഒരുപാട് സഫറിങ്ങുകളുണ്ട്. അപ്പൊ ഇത്തരം സഫറിങ്ങുകളൊന്നും ഇവർ ഈ പറഞ്ഞ ന്യായീകരണങ്ങൾ, ഈ ഉടായ്പകളൊന്നും അഡ്രസ് ചെയ്യണില്ല, തൊട്ടുപോലും നോക്കണില്ല. ഇത് ഒരു വീഡിയോയിൽ എല്ലാ ടൈപ്പ് ഈവിളും അഡ്രസ് ചെയ്യണം എന്നല്ല പറയണത്, പക്ഷേ അനിമൽ സഫറിങ് ഒരാളും തൊടാത്തൊരു ഏരിയയാണ്, തൊടാൻ പേടിക്കണ ഏരിയ. അപ്പൊ ജസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോ അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരുന്നു. നമുക്ക് ഏത് ആംഗിളാണെങ്കിലും അറിയണമെങ്കിൽ. മാത്രല്ല ഇപ്പൊ ഈ പറഞ്ഞ ഒബ്ജക്ഷൻസിനുള്ള ഒബ്ജക്ഷൻസ് അനോണിമസ് ആയിട്ട് ഏതോ ഒരു യുക്തിവാദികൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇട്ടാലും കുഴപ്പമില്ല, ഇടാൻ ശ്രമിക്കുക, നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.